ദിവസം കഴിയുന്തോറും കൂടുതൽ യേശുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രമേ പിശാചിനെ ഭയമുള്ളൂ. അവരുടെ കണ്ണുകൾക്ക് കൂടുതൽ നിർമ്മലത, പുരുഷൻ സ്ത്രീയെ നോക്കുന്നതിൽ കൂടുതൽ നിർമ്മലത. നിങ്ങൾക്കിതിനൊരാഗ്രഹമുണ്ടോ? പണത്തോടും മാനത്തോടുമുള്ള കാര്യത്തിൽ കൂടുതൽ നിർമ്മലത. എങ്കിൽ പിശാച് നിങ്ങളെ തൊടുകയില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം. ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എനിക്കൊരു വലിയ പ്രസംഗകനാകണ്ട. പിശാചിന് തൊടാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. പിശാച് ഭയപ്പെടുന്ന ഒരാളായിരിക്കാൻ. ഒത്തിരി നാളുകൾ ഞാൻ പിശാചിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. ഇനി അവൻ എന്നെ ഭയപ്പെടണം. ഞാനിത് പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ അവസാനത്തെ ഭാഗം. എനിക്കറിയില്ല നിങ്ങൾക്കത് അറിയാമോ എന്ന്. ഇതെന്നെ വളരെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ സഭാ ഹാളിൽ ഇത് വലിയ അക്ഷരത്തിൽ ഞങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. മനോഹരമായൊരു വാക്യം. നിങ്ങൾ സദാപൂർവം വായിച്ചിട്ടെങ്കിൽ മുമ്പേ ഈ വാക്യം കാണേണ്ടതാണ്. യേശു ക്രിസ്തു ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. പരിശുദ്ധാത്മാവോട് നിറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. യേശു പരിശുദ്ധാത്മാവോട് നിറഞ്ഞപ്പോൾ പിശാച് അവനെ ഭയപ്പെട്ടു. സിനഗോഗിൽ എങ്ങനെ യേശു പ്രസംഗിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവൻ ആ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഭൂതബാധിതനായ ഒരു മനുഷ്യൻ ആകെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പരീശന്മാർ അവരുടെ മനോഹരമായ പ്രസംഗം പ്രസംഗിച്ചു അവൻ സ്വസ്ഥനായിട്ട് അവിടെ ഇരുന്നത്? അവർക്ക് പരിശുദ്ധാത്മാഭിഷേകമില്ലായിരുന്നു, അത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച യേശു അവിടെ വന്നപ്പോൾ അവൻ അസ്വസ്ഥപ്പെട്ടു. ഞങ്ങളെ നശിപ്പിക്കേണ്ടത് നീ എന്തിനാ ഇവിടെ വന്നത്? അവനാകെ ഭയമായി. ഞാൻ സങ്കല്പിക്കാറുണ്ട്, യേശു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പിശാച് എന്താ സംസാരിക്കാറുള്ളതെന്ന്. ഓ, അവൻ ഇങ്ങോട്ടാ വരുന്നത്. ഭൂതങ്ങൾ തമ്മിൽ പറയാം, അവൻ ഇങ്ങോട്ടാ വരുന്നത്, സൂക്ഷിച്ചോണം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതായിരിക്കണം പിശാച് എന്നെക്കുറിച്ചും പറയേണ്ടത്. അതാണ് എന്നെക്കുറിച്ച് അവർ പറയേണ്ടത്. അവൻ ഇങ്ങോട്ട് വരുന്നു. ഇവൻ മറ്റു പ്രസംഗകരെ പോലല്ല. പ്രിയ സഹോദര, നിനക്കത് വേണോ? യേശു ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ആകുന്നു. എന്തുകൊണ്ട് നിനക്കും ആയിക്കൂടാ? അതിന് നിനക്ക് സാമർഥ്യം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, എന്നാൽ നീ ആത്മാവ് കൊണ്ട് നിറയണം. അങ്ങനെയാണ് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നമ്മൾ ജയിക്കുന്നത്, അവൻ്റെ വഞ്ചനകളെ. പിശാച് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ സകല മഹത്വവും ഞാൻ നിനക്ക് തരാം, നീ വീണെന്നെ നമസ്കരിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. അതിലുള്ള ഒരു കാര്യം പണമായിരുന്നു. നിനക്ക് പണം വേണോ? പിശാച് ചോദിച്ചു, നിനക്ക് ശരിക്കും കൂടുതൽ പണം വേണോ? എൻ്റെ അടുക്ക വാ, ഞാൻ പറയാം അതെങ്ങനെ കിട്ടുമെന്ന്. അവൻ പറഞ്ഞു കാണും, ഈ മറ്റുള്ള ആളുകളെ പോലെ നീ ഒരിക്കലും ഈ സഭ പണിയുന്ന കാര്യത്തിൽ വളരെ തീവ്രതയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നീ ആദ്യം പണം സമ്പാദിക്കുക, സൈഡ് ബിസിനസ്സായിട്ട് സഭയും വേണേ പണിതോ. വാ, എനിക്ക് നിന്നെ പോലുള്ളവരെ ഇഷ്ടം. അവരുടെ പ്രധാന ഉദ്ദേശം കൂടുതൽ പണം ഉണ്ടാക്കുക, അതോടൊപ്പം മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ ഒരു നല്ല സഭയുടെ ഭാഗമായിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, 100 കൊല്ലം കൊണ്ട് നീ കർത്താവിന് സഭ പണിയില്ല. കാരണം അതല്ല നിൻ്റെ ജീവിതത്തിലെ പ്രധാന കാര്യം. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സഹോദര, എന്തുകൊണ്ടാണ് ഈ സഭ പണിയാൻ കഴിയാത്തത്? സഹോദര, ഞാൻ പറയാം, കാരണം അതല്ല നിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ലക്ഷ്യം. നിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒരു സുഖകരമായ ജീവിതമാണ്. കൂടുതൽ പണമുണ്ടാക്കുകയാണ് നിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. സൈഡ് ബിസിനസ്സായിട്ട് നിനക്ക് ദൈവത്തിൻ്റെ സഭയും പണിയണം. അതൊരിക്കലും സംഭവിക്കുകയില്ല. യേശു വന്ന് ഒരിക്കലും പണം ഉണ്ടാക്കാനായിട്ട് സൈഡ് ബിസിനസ്സായിട്ട് പിതാവിൻ്റെ വേല ചെയ്യാനുമല്ല. യേശുവിനെ പോലെ നിനക്ക് ഭൂമിയിലായിരിക്കണോ? അവനായിരിക്കുന്ന പോലെ നിനക്കും ആയിരിക്കണോ? എത്ര ആളുകൾ ഇതിനാൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്? സഭാ ചരിത്രം നോക്കിയാൽ 2000 വർഷങ്ങളായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുള്ള സഹോദരന്മാർ, ആ സഹോദരനോ സഹോദരിയോ അവരുടെ ജീവിതത്തിൻ്റെ സൈഡ് ബിസിനസ് ആയിരുന്നില്ലത്. അവരുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ കാര്യമായിരുന്നു അത്. മറ്റുള്ളതൊക്കെ സൈഡ് ബിസിനസ് ആയിരുന്നു. അതാണ് സത്യം.
അവനെ മാനിക്കുന്നവനെ അവനും മാനിക്കും. അവൻ ഒരു വേർവൃത്യവുമില്ല. എല്ലാവരും അവൻ ഒരുപോലാണ്. എല്ലാ വർഗത്തിൽപ്പെട്ടവരും അവൻ ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ പറയാണ്, കർത്താവേ, യേശു നടന്നതുപോലെ എനിക്ക് ഈ ഭൂമിയിൽ നടക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്നോടൊപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശുവിന് സ്ത്രീകളോടുണ്ടായിരുന്ന അതേ മനോഭാവം എനിക്കും സ്ത്രീകളോട് വേണം. ഈ ഭൂമുഖത്ത് അധിവസിക്കുന്ന ഏത് സ്ത്രീയെയും യേശു കണ്ടതുപോലെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 100% നിർമ്മലതയോടുകൂടെ നോക്കാനായിട്ട്. യേശു ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ എനിക്കും ഇരിക്കണം. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, കർത്താവെ, ഞാൻ കമ്പ്യൂട്ടറിനെ എടുക്കുമ്പോൾ നീ എൻ്റെ കൂടെ ഇരിക്കണേ. എങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവൻ എൻ്റെ അടുക്ക നിൽക്കും. നിശ്ചയമായിട്ടും നീ പോകുന്നിടത്തൊക്കെ നിൻ്റെ കൂടെ വരാൻ അവനെ ക്ഷണിച്ചാൽ നീ പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും അവൻ നിൻ്റെ അടുക്ക തന്നെ കാണും. അനേകർക്ക് അവരുടെ പ്രസംഗപീഠത്തിൽ അവരോടൊപ്പം യേശു ഉണ്ടായിരിക്കണം. എന്നാൽ അവർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പം വേണ്ട. അവരുടെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ അവനെ വേണ്ട. അവർ ശബ്ദമുയർത്തി അവർ ഭാര്യമാരോട് കോപിക്കും. അപ്പോൾ നിൻ്റെ വീട്ടിൽ യേശു ഉണ്ടായിരുന്നു? അവനെ നിങ്ങൾക്ക് സഭയിൽ മാത്രം മതിയോ? ഒരത്ഭുതവുമില്ല അനേക സഭകളെ ഭരിക്കുന്ന പിശാചായിരിക്കുന്നതിൽ. പിശാച് ചെയ്യുന്ന ആ കാര്യം കണ്ടുകൊണ്ട് നാം പുറകോട്ട് ചാരി സ്വസ്ഥരായിട്ടിരിക്കുകയാണ്. നാം മനോഹരമായ പാട്ടുകൾ പാടുന്നു. എത്ര മനോഹരമായ സമയമായിരുന്നു ആ പാട്ടൊക്കെ പാടി അവിടെ ഇരുന്നത്. ഞായറാഴ്ച രാവിലെ വന്ന് പാട്ട് പാടുന്നതിൽ പിശാചിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ പിശാചിൻ്റെ അതിരിനുള്ളിൽ യേശുവിൻ്റെ വിജയം നിങ്ങൾ ഘോഷിക്കുന്നവനാണെങ്കിൽ നിങ്ങളെ അവന് ഭയമായിരിക്കും. എൻ്റെ സഹോദര സഹോദരി, ഇപ്രകാരമുള്ള ഒരാളായിരിക്കാനാണ് നിങ്ങളിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതിനുവേണ്ടി എത്ര വില കൊടുക്കേണ്ടി വന്നാലും ഈ കാര്യമായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. കർത്താവേ, ഇതിനുവേണ്ടി എത്ര വില ഞാൻ കൊടുക്കേണ്ടി വന്നാലും ഇപ്രകാരമുള്ള ഒരു വ്യക്തിയായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരേ ഒരു ആയുസ്സ് ഇതാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ ഒരു ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാനിടയാകരുത്. ഞാനിത് ചിലപ്പോൾ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവെ, നീ മടങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലയെപ്പറ്റിയും അങ്ങയ്ക്ക് ഇപ്രകാരം പറയാനായിട്ട് ഇടയാകരുത്. എൻ്റെ മകനെ, നീ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നീ അതിനു പകരം ഇത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അത് അന്ത്യനാളിൽ പറയരുത്, ഇപ്പം തന്നെ നീ അത് എന്നോട് പറയണം. ഇപ്പം ഞാനത് തിരഞ്ഞെടുക്കാം. അന്ത്യനാളിലല്ല ഞാനിത് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഇത് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ആ നാളിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദുഃഖം, ദുഃഖം, ദുഃഖം മാത്രം. എനിക്കൊരു ജയാളിയാകണം. വെളിപാട് പുസ്തകം 12 നാം വായിക്കുന്നു, പിശാചിനെ ജയിച്ച ഒരു കൂട്ടത്തെപ്പറ്റി. അതിനായ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു സഭയാണ് യേശു പണിയുന്നത്. പിശാച് നിങ്ങളെ വഞ്ചിക്കരുത്.